ഞങ്ങൾക്ക് വേണ്ടി നിന്നാണ് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ.
holy and beloved, both of mercies, kindness, humbleness of mind, meekness, and long-suffering, forbearing of one another, and forgiving of one another. If any man have a quarrel against any, even as Christ forgave you, so also do ye. Above all these things, put on charity, which is the bond of perfectness, and let the peace of God rule in your hearts, which also ye are called in one body, and ye be thankful. Let the word of Christ dwell in you richly in all wisdom, teaching and admonishing one another in the psalms and hymns of spiritual songs, singing grace in your heart unto the Lord. And whatever soever ye do in the word or deed, do also in the name of the Lord Jesus, giving thanks to God and the Father in him. Aha, Barkamor. ലോകത്തിന്റെ ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹാ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്നും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹാതമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു കല്യാണ വിരുന്നുണ്ടായിരുന്നു. യേശുവിന്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും ആ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തികയാതെ വന്നപ്പോൾ യേശുവിന്റെ അമ്മ അവനോട്, ഇവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ന് എന്റെ സമയം ഇനിയുമായിട്ടില്ല എന്ന് യേശു തമ്പുരാൻ അമ്മയോട് പറഞ്ഞു. യേശുവിന്റെ അമ്മ പരിചാരകരോട്, ഇവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ ഉണ്ടായിരുന്നു. അവ 2 or 3 പറ വീതം കൊള്ളുന്നവയുമായിരുന്നു. പരിചാരകരോട്, ഈ ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു പറഞ്ഞു. അവർ അവയുടെ വക്കോളം നിറച്ചു. അവൻ അവരോട്, ഇനിയും കോരിയെടുത്ത് പന്തിപ്രമാണിയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അതെവിടെ നിന്ന് കിട്ടിയെന്ന് അവൻ അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം രുചിച്ചു നോക്കിയിട്ട് പന്തിപ്രമാണി മണവാളനെ വിളിച്ചിട്ട്, എല്ലാവരും ആദ്യം നല്ല തരം വീഞ്ഞും ലഹരി പിടിച്ചതിന് ശേഷം താഴ്ന്ന തരവും വിളമ്പുന്നു. എന്നാൽ നീ ഇതുവരെ നല്ല തരം വീഞ്ഞ് കരുതി വെച്ചിരുന്നല്ലോ എന്ന് പറഞ്ഞു.
യേശു തമ്പുരാൻ ചെയ്ത ആദ്യത്തെ അടയാളം ഗലീലയിലെ കാനായിലുണ്ടായി. അവന്റെ ശിഷ്യന്മാർ അവരിൽ വിശ്വസിക്കുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും കൃപയും പുകഴ്ചയും ഒരു നാളും അഞ്ഞുപോകാത്ത എല്ലാ നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഉത്തമനാഥനായ കർത്താവേ, നീ നിന്റെ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകുകയും നിന്റെ രക്തം ഞങ്ങൾക്ക് പാനീയമായി നൽകുകയും നിന്റെ സ്വർഗരാജ്യത്തിന് ഞങ്ങളെ അവകാശികളാക്കി തീർക്കുകയും ചെയ്തു. ദൈവികമായ ഈ സ്തോത്രബലി നിനക്ക് അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി കൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ദിവ്യവും സ്വർഗീയവുമാകുന്ന ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും ബഹുമാനപ്പെട്ട ആചാര്യങ്ങളാൽ കുതിരയ്ക്ക് വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണോ. വെളിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനേ, ദയവ് തോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ മക്കളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെയും നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ,
അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താവേ, മഹത്വത്തിന്റെ നാഥ, മിശിഹാതമ്പുരാനേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മരിച്ചുപോയവർക്കും നീ തന്നെ പാപപരിഹാരം ചെയ്യുന്നവരുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിക്കാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപത്തിന്റെ പടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം വിലക്കി മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെയും അർഹരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തന്ന് നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ വബുകൂല സുബ്ഹാനല്ലാഹി. മറിഞ്ഞിരിക്കുന്നവനായ പിതാവാം ദൈവമേ, നിന്റെ തിരുമുൻപാകെയും സ്നേഹപൂർവ്വം ലോകത്തിന് പ്രത്യക്ഷപ്പെട്ടവനായ നിന്റെ ഏകപുത്രന്റെ മുൻപാകെയും തന്റെ ആവസിപ്പാൻ ലോകത്തിന് പാപപരിഹാരം നൽകിയ നിന്റെ പരിശുദ്ധ റുഹായുടെ മുൻപാകെയും നിന്റെ ദൈവത്വം ഇത് പ്രസംഗിക്കപ്പെടുകയും വിശുദ്ധ തൃത്വം ഇതിൽ ആവസിക്കുകയും ചെയ്യുന്നതുമായ നിന്റെ ഈ പരിശുദ്ധ ബലിപീഠത്തിന്റെ മുൻപാകെയും ഈ ദിവ്യബലിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഈ നിന്റെ ഇടവക മുഴുവന്റെയും കുറ്റങ്ങൾ മാഞ്ഞു പോകുന്നതിനും വിശ്വാസികളായ സകല മരിച്ചുപോയവരുടെയും ആശ്വാസത്തിനും നല്ല ഓർമ്മയ്ക്കുമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റുഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ വബകൂല സുബ്ഹാനല്ലാഹി. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. ബലഹീനനും പാപിയും ദാസനുമാകുന്ന ഞാൻ ദൈവമേ, നിന്നോട് ഉത്തരമായി കീർത്തിച്ചു പറയുന്നു. പരിശുദ്ധനായ പിതാവ്, പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ, പരിശുദ്ധനാകുന്നു. ജീവനുള്ളവനും പരിശുദ്ധനുമായ മഹാപരിശുദ്ധൻ, താൻ നമ്മളുടെ ആത്മാക്കളുടെയും നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളുടെയും
ലോകങ്ങളിലും എന്നേക്കും നിലനിൽക്കുന്നവരെ കരുണ ചെയ്തുകൊണ്ട് ഭാവിയായ നല്ല ദാസന്റെ രൂപത്തെ ശുദ്ധീകരിക്കുന്നതിനാകുന്നു. ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ഈ വന്യാചാരന്റെ പ്രാർത്ഥന ഏറ്റുകൊള്ളണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും പിതാവിന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ ഉദാഹരണമായി ചുമച്ചവനും മനുഷ്യരായ രക്ഷയ്ക്ക് വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധവുമായ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്നു മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും പിരിപ്പാൻ തന്റെ വലിയ മോഹത്തോടെയും പരിപാലിക്കുവാനും ായ യേശുമിശിഹായെ കർത്താവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിന്റെ കരുണ പിതാവിനോടും പുത്രനോടും കൂടെ വന്യതയുടെ സ്തുതിക്കപ്പെടുന്നവരും ദിവ്യകാലം സ്നേഹിതമായും സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധനുള്ളവരും ആദ്യവും സ്നേഹിതവുമായ ഏകദൈവ വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഒരിക്കൽ മാത്രമാകുന്ന ദൈവത്തിനെ മരിച്ചുപോയവരുടെ കരുണാനിധിയുടെ ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. നിന്റെ ഇടവയ്ക്കും നിന്റെ ആടുകൾക്കും നിത്യമായ ശാന്തിയും സമാധാനവും സ്നേഹവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റുഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും.
وشوف بكل سبان لوني നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ ഈ സമാധാനത്തിന് ശേഷം കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണമോ. നമ്മുടെ കർത്താവും ദൈവമേ, നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. സമാധാന പാതകർക്കായി കാത്തു വെച്ചിരിക്കുന്ന നല്ല അന്ത്യത്തിന് ഞങ്ങളെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ വബകുല സുബാൻ ലവൽമീ. നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ സ്തോത്രബലി മൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപവികാരങ്ങളിൽ നിന്നുള്ള അകൽച്ചയ്ക്കും പുണ്യപ്രവൃത്തികളോടുള്ള അടുപ്പത്തിനുമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ വബകുല സുബാൻ ലവൽമീ. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും വിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും മേലിൽ പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് വിശ്വാസത്തിനാൽ എഴുന്നള്ളിയിരിക്കുന്ന ആ മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിലേക്ക് ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക്
കാണപ്പെടുവാൻ പാടില്ലാത്ത സംഘങ്ങളോടും എന്നെ തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത കുറ്റങ്ങളോടും ആത്മീയമായി ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസികളായ ഈ നിന്റെ ജനം മുഴുവനും വിശുദ്ധ ശ്രോഫന്മാരെ പോലെ കാതീശ് പാടിക്കൊണ്ട് ഉച്ചസ്വരത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുന്നു. മസാക്കിൻ പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിപ്പാൻ തയ്യാറായപ്പോൾ തന്റെ വിശുദ്ധ തൃക്കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. മുറിച്ച് തന്റെ പരിശുദ്ധ സ്ത്രീയന്മാർക്ക് നൽകിക്കൊണ്ടവരോട് നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു എന്ന് അരുളി ചെയ്തു. എടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ടവരോട് ഇത് നിങ്ങളെല്ലാവരും വാങ്ങിപ്പാനം ചെയ്യുകയും ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നു എന്നരുളി ചെയ്തു. ഇതിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴൊക്കെ ഞാൻ വരുന്നത് വരെ എന്റെ മരണവും കബറടക്കവും പുനരുത്ഥാനവും നിങ്ങൾ ഓർത്തുകൊള്ളുവീനെന്ന് അവരോട് കൽപ്പിച്ചരുളി ചെയ്തു. അതാമോ ദോസേനോ മനുഷ്യാവതാരത്തിലെ വിസ്മരണീയങ്ങളായ അത്ഭുത പ്രവൃത്തികളും എല്ലാവർക്കും അവരവരുടെ പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന നിന്റെ വരവിന്റെ ഭയങ്കരങ്ങളായ അടയാളങ്ങളും മറക്കത്തക്കവയല്ല. അതുകൊണ്ട് നിന്റെ സഭയും ഈ നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന്
അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. വീതയിക്കാൻ പോക്കുലാമോ ഓക്കുകാതുമറോ അനുഭവിക്കുന്നവരായ ഞങ്ങളെ നിന്നോടുകൂടെ ആനന്ദം അനുഭവിക്കുന്നവരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റുഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ വബകൂല സുബാൻ ലവൽമീ സംസാരിക്കുന്ന വേദവിപരീതങ്ങളുടെ വാക്കുകളെ നീ അടച്ച് മൗനമാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റുഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ വബകൂല സുബാൻ ലവൽമീ faithful and true Christians who have been in us and earnestly requested us, humble and feeble though we be, to remember them on this occasion and at this time. We pray thee, Lord God Almighty, on behalf of all those who are fallen in all kinds of hard trials and taking refuge in thee, that they may soon be delivered and visited by thee, and on behalf of this congregation preserved by God, and for the unity and prosperity of all her faithful members, that they may continue in virtue, let us beseech the Lord. ദരിദ്രരുടെ നിലവിളിയിൽ നിന്നും ഞെരുക്കത്തിലിരിക്കുന്നവരുടെ ക്ലേശത്തിൽ നിന്നും മർദ്ദിതരുടെ പ്രയാസങ്ങളിൽ നിന്നും രോഗികളുടെ ദുഃഖത്തിൽ നിന്നും നീ അലസമായോ മൗനമായോ നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ.
പുതുക്കം പ്രാപിച്ചുകൊണ്ട് നിന്റെ സ്വർഗരാജ്യത്തിൽ ആനന്ദിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയവരെയും കൃപയോടെ അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായോടും പരിശുദ്ധ റൂഹായോടും കൂടെ ഈ വിശുദ്ധ കുർബാന വഴിയായി സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. ഓശോ വബകൂല സുബാൻ ലവൽമീ. ആമേൻ. തന്നരുളാവുന്ന പ്രാർത്ഥനയിലെ തന്നോടുള്ളവരായ സകലവന്മാരെയും ലോകാലോകങ്ങളോട് സ്തുതിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹാ എന്ന ദൈവത്തിന്റെ കരുണ ഞങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ വാകളെയും അധരങ്ങളെയും നീ തുറക്കണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. കാരുണ്യവാനായ പിതാവാം ദൈവമേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെയും ചിന്തകളെയും നിർമ്മലമാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഇനിയോടുകൂടെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് ഉപദ്രവവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും ഞങ്ങൾക്ക് ഗുണകരവും പ്രയോജനകരവുമായിട്ട് വേഗത്തിലും എളുപ്പത്തിലും നീ വ്യത്യാസപ്പെടുത്തി തരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ വബകൂല സുബാൻ ലവൽമീ.
ഈ നിന്റെ ജനങ്ങളിലും വന്ന് ആവസിച്ച് കവിഞ്ഞൊഴുകുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ വബകൂല സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും അർത്ഥമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും ആദിയും അന്തവുമില്ലാത്തതുമായ വിശുദ്ധ തൃത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. മനോഗുണത്താൽ ലോകത്തെ മെനഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. അച്ഛന്റെ മൂല്യമായ പങ്കപ്പാടുകളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രനും നമ്മോടുകൂടെ. ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെ പരിപൂർണമാക്കി തീർക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ശാന്തി
പ്രാർത്ഥന ഏറ്റുകൊള്ളണം. ദൈവമായ കർത്താവേ, നിന്റെ ബഹുലമായ കരുണയോട് ഞാൻ അപേക്ഷിക്കുന്നു. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും ഞാൻ ചെയ്തു പോയിട്ടുള്ള സകല അതിക്രമങ്ങളും എന്നോട് ക്ഷമിച്ചെന്നെ രക്ഷിക്കണമേ. പാപിയായ എന്റെ ആത്മാവിൽ നിന്നും അശുദ്ധിയുള്ള എന്റെ ശരീരത്തിൽ നിന്നും നിന്റെ പരിശുദ്ധ റൂഹായുടെ ആവാസം മൂലം എന്റെ പാപങ്ങളെ മായ്ച്ച് നീക്കിക്കളയണമേ. എന്റെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർഭോഗങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസയാകുന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവും ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞാൻ യോഗ്യനായി തീരണമേ. ആമേൻ. Baby
വിളിച്ചു പറയാം. പിതാവും പുത്രനും പരിശുദ്ധനുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആമേൻ. തലമുറ സ്തുതി. ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്കായി പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവിലേക്ക് ഞങ്ങളുടെ ദൈവവുമേ തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയതായ നിന്റെ തിരുശരീരവും തിരുരക്തവും അനുഭവിച്ച വിശ്വാസികളുടെ സംഘത്തെ നീ വാഴ്ത്തണമേ. ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധത വായിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ കൊടുക്കുന്നവരുടെ മേലും ഇവയെ അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച ഇവയെ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനുള്ളവരുമായ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതിവാരത്തിനുമായി തീരരുതേ, എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കും പര്യാപ്തമാക്കി തീർത്ത് ദൈവം തമ്പുരാനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഈ ദിവ്യദാനത്തിന് അർഹമാക്കി തീർത്ത ദൈവമേ, നിന്റെ കൃപയെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഏകപുത്രൻ മൂലവും അവന്റെ കൂടെയും നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. ഓശോ വബകുല സുബാൻ ലവൽമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെ തലകുനിക്കണം. ഞങ്ങൾക്ക് സ്വരഭക്ഷണമായി തീരുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയപ്പമാകുന്ന മിശിഹാതമ്പുരാനെ, നിന്റെ രണ്ടാമത്തെ വരവിൽ നിത്യനാശത്തിന് ഞങ്ങളെ ഇടയാക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും.
Oso wabukula suban lolmi. Tanayama vitavayude chillikasinu tulyamadai ninderu sabhayude sudaril nin നിത്തിരുബലിയെ കൈക്കൊള്ളുക. കാഴ്ചകളിൽ പ്രീതിയോടെ മോദിക്കുക കടഭാരങ്ങൾ വേദനയാറ്റി സുഖമേറ്റി കറകളെല്ലാം മായിക്കാം. ദശാംശം എന്നിവയിൽ തിരുവുളവാകാം. ആൺപെൺമക്കളെ സംരക്ഷി ജാഗ്രത തോന്നണമേ മൃതരിൽ. സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള യാത്രാഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകും. ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും മരിച്ചുപോയവരോടുകൂടെ ദൈവമുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിജയസ്മീപാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസായുടെ ക്രൂശിന്മേൽ മുദ്രയിടപ്പെട്ടവരും ഈ വിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ പാപങ്ങളെ പൊറുക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും ഭാവിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോവുകയും എന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. His mother, St. Mary, is also there. And St. Mary notices one thing. She notices that the wine is not enough for all the guests. And immediately, what does she do? She tells her son Jesus Christ about it, because she knows in her mind and in her heart that Christ can fix the problem. Dearly beloved, ask ourselves, especially those of us who have been associated with the arrangements of a wedding, especially in this day and in this age, in this society, we know how much time, years and months we take to prepare for a wedding. Here, I'm sure the people involved with this wedding took enough time to make sure everything was perfect. But as we see in today's gospel reading, there was something that was imperfect. But St. Mary, knowing this, learning about this, goes to Jesus Christ and tells him to please fix this problem. And of course, as we all know, the response that Jesus Christ gives to his mother, we often think that sometimes it is a rude response, but rather it is the truth. It is something quite unique which is happening in Jesus Christ's life. He was not ready to perform a miracle. But we see the obedient son.
the obedient son, when his mother requests something from him, he goes ahead and does it without question. Dearly beloved, it is also I'm very happy to know that we started today's Mass with the baptism, surrendering a child into God's kingdom. If we analyze our lives from the very start, from the birth into this world, especially the start of the life of the church, to the very end, we know we are given certain instructions. Today, the church has given the child many instructions, and although the child is an infant and may not understand the instructions the church is giving that child, the church emphasizes those instructions to both the parents and the godparents. But not only do we see this set of instructions given at the time of baptism, all throughout. In fact, we see in the sacrament of holy matrimony, many instructions are given to both the groom and the bridegroom. And in that, especially if you pay close attention to the epistle reading, the deacon will read one verse, and that verse is, children, pay special attention to give obedience to your children. So there too, we see this message of obedience. And even at the time of our funeral, the church gives special instructions, because as we know, as we depart from this world, it is not the end of our life. For we are on to another mission, which is to serve and glorify God. So as this passage is being read to us, especially at the start of the Great Lent, let us ask ourselves, are we obedient to our parents? Of course, the message is strictly focusing obedience to parents, especially to the message to their young children. I know all of our young children are very particular in listening to our parents. In fact, yesterday, as we were here in church, I was asking many questions to our young children. And I was so happy to hear the responses that they gave, showing their strong conviction to their faith and understanding of who God is and many people in the Bible. But dearly beloved, ask ourselves, are we truly obedient to our parents and our elders? This message is not only a message of obedience to our elders and our parents, but rather to the laws which the church enforces us. Especially the next 40 to 50 days, we know that we are to avoid all the luxuries of this world. We are given the commandments, especially the message, the instructions, which is to avoid all the luxuries of this world, but also to give to the poor, to set aside our wealth and give to the poor, feed the hungry. Are we truly obedient when it comes to this? The next message that I would like to stress out from today's gospel reading is rather something very unique. I know, again, we have all heard of this gospel reading. We all know of this story. But one unique statement that crossed my mind as I read the gospel reading last night, it is the master of the banquet. When he tasted the wine, his response to the servants that brought the wine to him was this: "You have saved the best for the last." Again, that statement is, "You have saved the best for the last." How true it is for our lives. A true statement that applies often in our lives. Again, as you all know, during this great journey, we go through much sacrifices, which is, of course, leaving and putting away all the luxuries of this world, whether it is observing the true Lent in the true fashion that we should be observing it in, whether it is to give to the poor where it really hurts our pockets, to give
away from our own wealth. Whether it is to see the sufferings of others, we know especially even in our own lives, when we go through a difficult time in our life, we often turn to God and ask why. But when He answers us, when He gives us relief, we know that He has saved the best for the last. These 40 days of Lent, these 40 days of abstinence, these 40 days of giving up everything that we are so accustomed to, we know that the best is waiting for us when we celebrate Easter, when we celebrate the resurrection, when we celebrate the resurrected Lord. And also, if we analyze every passage for the next couple of weeks, we know all the individuals, we know all the people who have suffered in their lives. It did not come, or a moment in their life when they were seeking for a refuge, when they were seeking for Jesus Christ to come in their life, it did not come right away. Rather, it came when Christ came into their life. It is there that we see the best has come in their life. So dearly beloved, as we begin this journey, let us have this message that everything that we put aside, everything that we are to go through in the next 50 days, something good, something best is about to happen. And let us prepare ourselves for that. Dearly beloved, especially a message to our parents, please make sure you practice the observances of the Holy Lent. Set a good example to your family, especially to our young children. Because if you do not observe the Lent, there is a reason for them not to observe the Lent. A message to all our youth members. Please set a good example to not only yourself and your families, but especially all the young members, the young NGOCSM members, the young children, the young urchins who are continually to look up to you. We continue to look up to you. We observe you. As well as one last message, as you all know, before the Holy Lent, we have a practice where we ask forgiveness from each other. A practice that is not only observed in Christianity, but among all the Abrahamic faiths, in Judaism, in Islam, as well as Christianity. Before we begin a great journey, before we are about to receive something great, we ask forgiveness from our parents, from our friends, from our family members. So let me be the first to ask forgiveness for anything knowingly or unknowingly that I have committed against anyone. And let me request that you continue to keep us and our ministry in your prayers. May God bless us all.
ദൈവത്തെ സ്നേഹിക്കുന്നവർ